അഭയാർത്ഥികളും സാമ്പത്തിക കുടിയേറ്റക്കാരും ഉൾപ്പെടുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള അനധികൃത കുടിയേറ്റം വർദ്ധിക്കുകയാണ്. ഈ കടന്നുകയറ്റം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക സാമൂഹിക സുരക്ഷാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവരെ അവരുടെ രാജ്യത്തേക്ക് മടക്കി അയക്കുന്നത് ഇന്ത്യക്ക് വെല്ലുവിളിയാകുമോ? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി ഏകദേശം 4096 കിലോമീറ്ററാണ്. ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിനും താമസിക്കുന്നതിനുമുള്ള നിയമപരമായ ആവശ്യകതകൾ പാലിക്കാതെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ ഇന്ത്യയിൽ അതിർത്തികളിലൂടെ സഞ്ചരിക്കുന്നതാണ് അനധികൃത കുടിയേറ്റം. എന്നാൽ ഈ അനധികൃത കുടിയേറ്റത്തിന്റെ വിവരങ്ങൾ കണ്ടെത്താൻ പ്രയാസമാണ്. ഇന്ത്യയിൽ താമസിക്കുന്ന ബംഗ്ലാദേശികൾ ഏകദേശം ദശലക്ഷക്കണക്കിന് മുതൽ 15 ദശലക്ഷം വരെയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബംഗ്ലാദേശിൽ അടുത്തിടെയുണ്ടായ അധികാര മാറ്റത്തോടെ മോശം സുരക്ഷയും സാമ്പത്തിക സ്ഥിതിയും കാരണം കൂടുതൽ ആളുകൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുമെന്നാണ് കരുതുന്നത്. സമീപ ദശകങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ വൻതോതിലുള്ള കടന്നുകയറ്റം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക സാമൂഹിക സുരക്ഷാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങളിൽ ഒരു ജനസംഖ്യാപരമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് പ്രാദേശിക ജനതയ്ക്കിടയിലുള്ള പിരിമുറുക്കത്തിനും കാരണമായി. പുറത്തുനിന്നുള്ളവരാൽ അമിത ഭാരമാണ് ഇന്ത്യ അനുഭവിക്കുന്നത്. വരും കാലയളവിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ കുടിയേറ്റം പരിമിതപ്പെടുത്തുകയും അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം യഥാർത്ഥത്തിൽ അവരുടെ മാതൃരാജ്യത്തേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നത് ഇന്ത്യക്ക് വെല്ലുവിളിയാകും. ഇന്ത്യൻ നിയമനിർമ്മാണത്തിന്റെ ഭേദഗതിയിൽ ഒരു പ്രധാന പരിഹാരമുണ്ട്. ഈ നിയമം റെസിഡൻസ് പെർമിറ്റ് നേടുന്ന അഭയാർത്ഥികളെയും റിട്ടേൺ തീരുമാനം സ്വീകരിക്കുന്ന നിയമവിരുദ്ധരായ ആളുകളെയും തമ്മിൽ വേർതിരിക്കേണ്ടതാണ്. ഇന്ത്യ 1951 അഭയാർത്ഥി കൺവെൻഷനിലോ 67 പ്രോട്ടോകോളിലോ ഒപ്പുവെച്ചിട്ടില്ലെങ്കിലും 51 അഭയാർത്ഥി കൺവെൻഷന്റെ നിർവചനം അവരുടെ ആഭ്യന്തര നിയമത്തിൽ അവതരിപ്പിക്കാൻ കഴിയും. മതം, ദേശീയത, ഒരു പ്രത്യേക സാമൂഹിക ഗ്രൂപ്പിന്റെ അംഗത്വം അല്ലെങ്കിൽ രാഷ്ട്രീയ അഭിപ്രായം അവരുടെ ദേശീയതയുടെ രാജ്യത്തിന് പുറത്തുള്ളതാണ്. മാത്രമല്ല, അത്തരം ഭയം ആ രാജ്യത്തിന്റെ സംരക്ഷണം സ്വയം പ്രയോജനപ്പെടുത്താൻ അവർ തയ്യാറല്ല. ഒരു നിർദ്ദിഷ്ട പുറപ്പെടൽ കാലയളവിനുള്ളിൽ ഇന്ത്യ വിടാൻ നിയമപരമായ ബാധ്യതയുണ്ടവർക്ക്. പുറപ്പെടൽ കാലയളവിന് അവസാനിച്ചതിന് ശേഷം ഇമിഗ്രേഷൻ തടങ്കലിൽ വെക്കൽ, തുടർന്ന് ഇന്ത്യൻ അധികാരികൾ നിർബന്ധിതമായി മടങ്ങിപ്പോകും. ഇമിഗ്രേഷൻ നിയമങ്ങൾ കൂടുതൽ ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തിന്റെ സുരക്ഷ സംരക്ഷിക്കാനാണ്. അനധികൃത ക്രോസിംഗുകൾ നിരീക്ഷിക്കാനും തടയാനും ഇന്ത്യൻ അധികാരികളെ അനുവദിക്കുന്ന ക്യാമറകളും സെൻസറുകളും ഉൾപ്പെടുന്ന ഒരു പുതിയ അതിർത്തി മതിൽ സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് കഴിയും. ഇന്ത്യയിലെ കുടിയേറ്റക്കാരുടെ സുരക്ഷയും അനധികൃത താമസവും സംബന്ധിച്ച ഇമിഗ്രേഷൻ അധികാരികളിലും ജുഡീഷ്യറിയിലും കൂടുതൽ നിക്ഷേപം നടത്തുന്നത് പോലെ പോലീസ് നിയന്ത്രണത്തിലും കൂടുതൽ നിക്ഷേപം അത്യാവശ്യമാണ്. അനധികൃത കുടിയേറ്റം സമ്പദ് വ്യവസ്ഥയെ ഭാരപ്പെടുത്തുന്നു, ഇന്ത്യൻ തൊഴിലാളികളെ വേദനിപ്പിക്കുന്നു, പൊതുസുരക്ഷാ അപകട സാധ്യതകൾ അവതരിപ്പിക്കുന്നു, കള്ളക്കടത്തുകാരെയും മറ്റ് കുറ്റവാളികളെയും സമ്പന്നമാക്കും. ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിലെ ഇടക്കാല ഗവൺമെന്റുമായുള്ള ബന്ധം പുനഃക്രമീകരിക്കുന്നതിനാൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി കരാറിൽ ഇന്ത്യൻ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനും അവരെ അഭയാർത്ഥികളുടെയും അനധികൃത കുടിയേറ്റക്കാരുടെയും വിഭാഗങ്ങളായി വേർതിരിക്കുകയും അവരെ പുനരധിവസിപ്പിക്കുകയോ സ്വദേശത്തേക്ക് കൊണ്ടുപോവുകയോ ചെയ്യുക. തുടർന്നുള്ള കടന്നുകയറ്റം തടയുക എന്നിവയ്ക്കായി ഏകോപിപ്പിച്ച നടപടിയുണ്ടാവണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.